വേസ്റ്റ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഒരവധി ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ് മോർണിംഗ് ടു നൈറ്റ് ആണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. ആദ്യം ഞാൻ ജോലിക്ക് പോകുന്ന ഒരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്തപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞതാണ് ഒഴിവു ദിവസം എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നത്, അത് രാവിലെ മുതൽ വൈകിട്ട് വരെ എങ്ങനെയാണെന്നൊക്കെ ഒരു വീഡിയോ ഇടാനായിട്ട്. പക്ഷേ എപ്പോഴും നമുക്ക് സാറ്റർഡേ സൺഡേയ്സൊക്കെ വരുമ്പോൾ ഒരുപാട് ഫങ്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ നമുക്ക് അതിനുള്ള സമയം കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് പ്രതീക്ഷിക്കാതെ നമുക്ക് പെട്ടെന്ന് ഒരു അവധി കിട്ടുമ്പോൾ അന്നത്തെ ഒരു ദിവസം എങ്ങനെയാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്, അത് മാത്രമല്ല ജോലി വീട് അങ്ങനെ നമ്മൾ ഭയങ്കര ടയേർഡായിട്ട് അല്ലെങ്കിൽ ഒരു യന്ത്രം പോലെയൊക്കെ ലൈഫ് മാറിക്കഴിയുമ്പോൾ, ഒരു മെഷീനറി ലൈഫൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്കൊരു മടുപ്പ് തോന്നില്ലേ? അങ്ങനെയാണെങ്കിൽ അത് മാറ്റാനായിട്ട് നമ്മൾ തന്നെ പരിശ്രമിച്ചാലാണ് ആ ഒരു ചേഞ്ച് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ വേറെ ആരും നമ്മുടെ ലൈഫിലൊരു ചേഞ്ച് ഉണ്ടാക്കില്ല. അപ്പം നമ്മൾ തന്നെ കുറച്ച് ടൈം ഫാമിലിയിലും അതുപോലെ തന്നെ കുട്ടികളുടെ കൂടെയൊക്കെ സ്പെൻഡ് ചെയ്യാനായിട്ട് കണ്ടെത്തിയില്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ വർക്ക് പ്രഷറും അല്ലെങ്കിൽ ആകെ ഒരു ലൈഫ് ഒരു സുഖമില്ല, എന്നും ഇങ്ങനെ ഒരേപോലെ എന്നൊക്കെ തോന്നിപ്പോവും. അപ്പം അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു ദിവസം ഞാൻ എങ്ങനെയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്, ഇങ്ങനെ ചെയ്താൽ നമുക്കും അതൊരു വലിയ ചേഞ്ച് ആവാം എന്നൊക്കെയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ വീഡിയോ തുടക്കത്തിൽ തന്നെ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. അതുപോലെ ഈ വീഡിയോ കഴിയുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ അഭിപ്രായം പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്താനുണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. കാരണം അടുത്തായിട്ട് വീഡിയോ എനിക്ക് കണ്ടിന്യൂസ് ഇടാനായിട്ടൊന്നും പറ്റിയിരുന്നില്ല. പക്ഷേ ഈ ഒരു വർഷം ഞാൻ എന്തായാലും നിങ്ങൾ പറഞ്ഞ പോലെ കുറച്ചാണെങ്കിൽ പോലും വീഡിയോ റെഗുലറായിട്ട് ഇടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ എഴുന്നേറ്റു, പേപ്പറൊക്കെ എടുത്തു, പാലുകാരൻ വന്നു, പാല് കൊണ്ടുവന്നു. ഇനി പുറത്ത് ഒഴിവുള്ള ദിവസം എന്തായാലും ഞാൻ പുറത്ത് അടുപ്പ് തീ കത്തിച്ചിട്ട് തന്നെയാണ് കേട്ടോ ചോറ് വയ്ക്കുക. അതിപ്പോൾ എൻ്റെ വ്ളോഗ് സ്ഥിരമായിട്ട് കാണുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ മാത്രമല്ല, ഇപ്രാവശ്യം വാങ്ങിച്ച അരി കുക്കറിൽ വെക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് കുഴഞ്ഞു പോണ പോലെ തോന്നുന്നു, ഒരു വിസിലൊന്ന് വരുന്നതിന് മുമ്പ് തന്നെ. അപ്പം ഞാൻ സ്കൂളിൽ പോണ ദിവസം, ജോലിയുള്ള ദിവസം തലേദിവസം വൈകുന്നേരം ഇതുപോലെ വന്ന് കത്തിച്ചടുപ്പത്തിട്ട് പിന്നെ അതും അങ്ങോട്ട് റെഡി ആയിക്കോളും. അപ്പോൾ ചോറിൻ്റെ കാര്യങ്ങളും ഒക്കെ നോക്കി ചായ വെച്ചിട്ടുണ്ട്. ഇനി ചായ കുടിക്കുക, കുറച്ച് കാര്യങ്ങൾ കുറച്ച് സമയം ഒന്ന് ഒരുമിച്ചിരിക്കാനായിട്ട് നോക്കുക. അതായത് നമ്മളിപ്പോഴും ഒരു ക്വാളിറ്റി ടൈം കണ്ടെത്താനായിട്ട് നോക്കുക. നമ്മളിപ്പം ഡെയിലി ജോലിക്ക് പോകുമ്പോൾ രാവിലെ എഴുന്നേൽക്കണു, വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുന്നു. ഫാമിലിയിൽ മെമ്പേഴ്സ് കൂടുതലുള്ളവരാണെങ്കിൽ കൂടുതൽ കാര്യങ്ങളുണ്ടാവും. അതൊക്കെ ഡിപ്പെൻസ് ആണ്, ഓരോരുത്തരുടെ ഇതുപോലെയാണ്. ഇവിടെയാണെങ്കിൽ മമ്മിയുണ്ട്, ഒപ്പം നമുക്ക് മക്കൾ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ വലിപ്പമില്ലാത്ത കുഞ്ഞുങ്ങളാണ്. പിന്നെ നമ്മൾ രണ്ടുപേരും ജോലിക്ക് പോകുന്നവരാണ്. അപ്പം നമ്മുടെ ഡെയിലി ലൈഫിൽ നിന്നൊരു ചേഞ്ച് നമുക്ക് ഫ്രീ കിട്ടുമ്പോൾ തന്നെ വരുത്താനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ ടെറസിൻ്റെ മുകളിലേക്കൊക്കെ ഒന്ന് കയറി അവിടെ നിന്ന് ചായ കുടിക്കാമെന്നൊക്കെ വിചാരിച്ചു. ഞാൻ ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, വലിയ വീടൊക്കെ പണിതിട്ടു, പക്ഷെ അതിലെ പല സ്ഥലങ്ങളും ഞങ്ങൾ ഉപയോഗിക്കാറേയില്ല, കാരണം ഞങ്ങൾക്ക് അതിനുള്ള സമയം കിട്ടാറില്ല എന്ന്. സത്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുക, നമുക്കത് എപ്പോഴെങ്കിലും ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുക, അതിലല്ലേ ഒരു ഹാപ്പിനെസ് ഉണ്ടാവുക. ഇപ്പോൾ ടെറസിൽ കുഞ്ഞു കുഞ്ഞു പച്ചക്കറിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെന്നൊക്കെ എല്ലാവർക്കും അറിയാമല്ലേ. നല്ല കാറ്റാണ് ഇവിടെ, വൃശ്ചികക്കാറ്റ്. ഇപ്പോൾ ധനുമാസമായി, എന്നാലും കാറ്റിന് ഒരു കുറവുമില്ല, നല്ല കാറ്റാണ് കേട്ടോ. അപ്പം നമ്മൾ മുകളിൽ നിന്ന് ചായ കുടിക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് താഴേക്ക് വന്നപ്പോഴാണ് ഈ ദോശയ്ക്ക് ഇന്നലെ മാവൊക്കെ അരച്ച് വെച്ച് സെറ്റായതാണെങ്കിലും പാലൊക്കെ കുടിച്ച് മക്കളൊക്കെ എഴുന്നേറ്റ് വന്ന് റെഡിയായപ്പോൾ പെട്ടെന്നൊരു ഐഡിയ തോന്നിയതാണ്, എന്നാൽ ശരി ഇന്ന് പുറത്ത് പോയി ഭക്ഷണം കഴിക്കാം. അപ്പോൾ ഇനി നേരെ നമുക്ക് രാവിലെ എല്ലാവരും കൂടെ കൂടിയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞല്ലോ, സാമ്പാർ ഇരിക്കുന്നുണ്ട്, ചട്നി മാത്രം അരച്ചാൽ മതിയായിരുന്നു, ദോശയുടെ മാവുണ്ട്. പക്ഷെ എന്നാലും എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ഒരുമിച്ചൊന്ന് പുറത്ത് പോവുക, അങ്ങനൊരു മക്കൾ ഇന്നൊരാവശ്യം പറഞ്ഞപ്പോൾ പെട്ടെന്ന് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഒരുമിച്ചൊന്ന് പുറത്ത് പോയി രാവിലെ ഈ ഒരു യാത്രയൊക്കെ നമുക്ക് തരുന്നൊരു പോസിറ്റീവ് വൈബുണ്ട്. ആ സമയത്തൊക്കെ പരമാവധി മൊബൈലൊന്നും ഉപയോഗിക്കാതെ വർത്തമാനം പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ആ പോകുന്നതിനും വല്ലാത്തൊരു സുഖം തന്നെയാണ്. അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഹോട്ടൽ അക്ഷയ. തൃശ്ശൂരുള്ളവർക്കറിയാം, പുത്തമ്പള്ളിയുടെ സൈഡിലൊക്കെ നൈറ്റ് നമ്മൾ എത്ര ദൂരെ യാത്ര കഴിഞ്ഞ് വന്നാലും ആ ഭാഗത്തുള്ള അക്ഷയ രാത്രി 24 hours പ്രവർത്തിക്കുന്നതാണ്. പാതിര വരെ പോയാലും അവിടെ ഫുഡൊക്കെ കിട്ടും. പണ്ട് എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു,
പാതിരക്കൊക്കെ ആരെങ്കിലും ഭക്ഷണം കഴിക്കാൻ വരുമോയെന്ന്. കാരണം ഹസ്ബൻഡ് സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് അവർ നൈറ്റ് 2 മണിക്കൊക്കെ വന്ന് അവിടെ നിന്നാണ് കഴിക്കാമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ കാലത്ത് 2 മണിക്ക് രാത്രി ഭക്ഷണം കഴിക്കാൻ പോവോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട് ഞാൻ. പിന്നീട് എനിക്ക് മനസ്സിലായി, നമ്മളൊരിക്കൽ ടൂറ് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ കയറുമ്പോൾ അവിടെയൊക്കെ എന്ത് തിരക്കാ. നൂലപ്പവും പുട്ടും അപ്പവും ഒക്കെ കഴിക്കാനായിട്ട് ഫാമിലീസ് എത്തുന്നുണ്ട്. അതായത് ലേറ്റ് നൈറ്റും. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവണേ കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് വരുന്ന സമയത്ത് അവിടെ നല്ല വലിയൊരു പാടമുണ്ട്. പണ്ട് നിങ്ങളെൻ്റെ ഷോർട്ട് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ആ പാടത്ത് ഇപ്പം നല്ല നെല്ലിന് കതിരൊക്കെ വന്ന് നല്ല ഭംഗിയാണ്. അപ്പോൾ മക്കളും ഞങ്ങളെല്ലാവരും കൂടെ അവിടെ നിന്ന് ഇറങ്ങി കുഞ്ഞ് ഷോർട്ട് വീഡിയോ അതുപോലെ തന്നെ പിള്ളേർ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. മമ്മിക്ക് അപ്പം മുട്ടക്കറിയും പാഴ്സൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നപ്പോൾ തന്നെ മമ്മിക്ക് അപ്പം മുട്ടക്കറിയും കൊടുത്തു. പിന്നെ വാഷിംഗ് മെഷീനിൽ ഞാൻ തുണി ഇട്ടിട്ടാണ് കേട്ടോ ഇവിടുന്ന് പോയത്. അപ്പോൾ തിരിച്ച് വന്നപ്പോഴത്തേക്കും അതും സെറ്റായി. അപ്പോൾ ദേ അതൊന്ന് വിരിച്ചിടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ടൈമിങ്ങിനെ നമുക്ക് എന്ത് തന്നെ ആയാലും, അത് ചെറിയ കാര്യമായാലും വലിയ കാര്യമായാലും, നമ്മുടെ ലൈഫിൽ ഒരു പ്ലാനിങ് വേണം. അത് രാവിലെ വെക്കുന്ന കറി എന്താണ്, അല്ലെങ്കിൽ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് എന്നുള്ള കുഞ്ഞു കുഞ്ഞു കാര്യമാണെങ്കിലും വൈകുന്നേരങ്ങളിൽ അത് തലേദിവസം വൈകിട്ടൊന്ന് പ്ലാൻ ചെയ്ത് വെച്ചാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ജോലിക്ക് പോകാൻ ഈസിയാവും. അതേപോലെ ഈ ഒരു ദിവസം നമ്മൾ എങ്ങനെ സ്പെൻഡ് ചെയ്യണമെന്ന് മനസ്സിലൊരു പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ ഇങ്ങനെ പടപടേന്ന് നടന്നു പോയിക്കോളും. അതായത് ഒരുപാട് ബേർഡൻ ഇല്ലാതെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോകും. ഇത് തറവാട്ടിൽ നിന്ന് മമ്മിയും ഡാഡിയും ക്രിസ്മസ് വെക്കേഷന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ വീട്ടിലുണ്ടായ കുമ്പളങ്ങ, കുറച്ച് മൂത്ത കുമ്പളങ്ങ, ഇങ്ങനെ പണ്ടൊക്കെ ഇങ്ങനെ കെട്ടിയിടില്ലേ, അതുപോലെ കെട്ടിയിട്ടിരുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് കൊണ്ടുവന്ന കുമ്പളങ്ങയാണ്. അപ്പം ഞാൻ ഇന്ന് തൃശ്ശൂർ സ്റ്റൈലിൽ, അതായത് എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം മാത്രം ഞാൻ പഠിച്ച ഒരു റെസിപ്പിയും അടിപൊളി ടേസ്റ്റുള്ള റെസിപ്പിയാണ്. അത് ആ ഒരു ഡിഷിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അതായത് കുമ്പളങ്ങയും ചിക്കനും തൃശ്ശൂർ സ്റ്റൈലിൽ എങ്ങനെയാണ് വെക്കുന്നതെന്നാണ്. ഞാൻ മമ്മിയൊക്കെ ചെറുപ്പത്തിൽ എൻ്റെ മമ്മിയൊക്കെ കുമ്പളങ്ങ ചെറിയ മത്തിയിലൊക്കെ ഇട്ടിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ട്. അതിന് നല്ല ടേസ്റ്റായിരുന്നു. പക്ഷെ അത് തൃശ്ശൂരുകാർക്ക് അറിയില്ല കേട്ടോ. ഞാൻ ഇതുവരെ വീഡിയോ എടുത്ത് കാണിച്ചിട്ടില്ല. നിങ്ങളിത് കഴിച്ചിട്ട് അങ്ങനെ ഒരു കോമ്പിനേഷൻ നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് എനിക്ക് മെസ്സേജ് അയക്കണേ. എന്തായാലും നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോൾ എനിക്കറിയാലോ. കുമ്പളങ്ങ മീൻ കറി കഴിച്ചിട്ടുള്ളവർ, മുളകിട്ട് വറ്റിച്ച് വെക്കുന്നത് കഴിച്ചിട്ടില്ലെങ്കിൽ പറയണം. നമുക്ക് എന്തായാലും ആ റെസിപ്പി ഞാൻ കാണിച്ചു തരാം. കാരണം ഞാൻ കഴിച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചിക്കൻ ഒന്ന് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചു. ഇനി കുമ്പളങ്ങ ഇതുപോലെ തന്നെ ഒരല്പം മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഒന്ന് തിരുമ്മി വെച്ചു. സാധാരണഗതിയിൽ ഇതുപോലെ ഈ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്യണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കത് അത്ര ഉറപ്പില്ല. കാരണം ഇത് ഹസ്ബൻഡിൻ്റെ മമ്മി ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ടിപ്പാണ്. കാരണം കുമ്പളങ്ങ വൈറ്റ് കളറിൽ കിടക്കാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ഐഡിയ ആണ് കേട്ടോ. ഇതൊരു നല്ല ടിപ്പായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഇങ്ങനെ പുരട്ടി വെച്ചതിന് ശേഷം ആ കുമ്പളങ്ങ ഒരു പാത്രത്തിലേക്കിട്ട് സ്റ്റൗവിലൊന്ന് സ്വിമ്മിലിട്ടിട്ട് അത് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ വെള്ളം വറ്റിച്ചെടുക്കണം. അപ്പോൾ കുമ്പളങ്ങി കറിയിലേക്ക് ഇടുമ്പോൾ പിന്നെ വെള്ളം ഒലിച്ച പോലെ കറി വരില്ല. പിന്നെ ഇതിൻ്റെ വെള്ളം വറ്റിക്കഴിഞ്ഞാൽ കഷ്ണങ്ങൾ കുറച്ചുകൂടെ ഒന്ന് ഉറപ്പ് കിട്ടും. ഇതൊന്നും കൂടാണ്ട് ഈ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഈ കഷ്ണത്തിലേക്ക് പിടിച്ചിട്ട് ഈ കഷ്ണത്തിൻ്റെ വൈറ്റ് കളർ കംപ്ലീറ്റ് മാറി നല്ലൊരു കളറിൽ കിട്ടും. അപ്പോൾ ചിക്കൻ കറിയിൽ നല്ല രസമായിരിക്കും കിടക്കണ കാണാനും. അതുപോലെ തന്നെ ചിക്കൻ കറിയിൽ കുമ്പളങ്ങ ഡയറക്റ്റ് ചേർക്കുമ്പോൾ ഈ കുമ്പളങ്ങയിലെ വെള്ളമൊക്കെ ഇങ്ങനെ ഒലിച്ചിറങ്ങിയിട്ട് കറിയിൽ ഇങ്ങനെ വെള്ളമയം അങ്ങനെ അത് തോന്നും. കറി ഇങ്ങനെ വേറെ, ചാറിങ്ങനെ വേറെ, അങ്ങനെ ഫീൽ ചെയ്യും. ഇതങ്ങനെയല്ല, ഇതതിലേക്ക് ചേർന്ന് നമുക്ക് നിൽക്കും കേട്ടോ. അതിനുവേണ്ടി ഇങ്ങനെ ചെയ്യുന്നത്. അപ്പുറത്തെ അടുപ്പിൽ ഞാൻ സാധാരണ നോർമൽ നമ്മളെങ്ങനെയാണ് ചിക്കൻ വെക്കണേ അതുപോലെ തന്നെ സവോളയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി, സവോള, ഒരു ചെറിയ കഷ്ണം തക്കാളി, അതുപോലെ തന്നെ കറിവേപ്പില ഒക്കെ ഇട്ട് ഒരല്പം ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതൊക്കെ സാധാരണ നമ്മൾ ചിക്കൻ വെക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ. ചിക്കൻ റോസ്റ്റൊക്കെ നമ്മൾ വെക്കില്ലേ അതുപോലെ തന്നെ. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. അപ്പോൾ മുളക് പൊടി ഞാൻ കഷ്ണത്തിൽ കാശ്മീരി ചില്ലിയാണ് ഇട്ടത് നല്ലൊരു കളർ കിട്ടാനായിട്ട്. അപ്പോൾ ഞാനിവിടെ നമുക്ക് ആവശ്യത്തിന് എരിവുള്ള മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് വഴണ്ട് വരുന്ന സമയത്തേക്ക് നമ്മുടെ അവിടുത്തെ കുമ്പളങ്ങയിലെ വെള്ളമൊക്കെ വറ്റി നല്ല പോലെ കഷ്ണങ്ങളൊക്കെ വേറിട്ട് വന്ന്
നല്ല സ്ട്രോങ് ആയിട്ടുണ്ടാവും കേട്ടോ. നിങ്ങളിതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു കറി ചോറിന് മാത്രമല്ല, ചോറിന്, ചപ്പാത്തിക്ക്, പത്തിരി, അതുപോലെ തന്നെ അപ്പം, വട്ടയപ്പം, അങ്ങനെ എന്തെന്നാ പറയുക, അങ്ങനെയുള്ള എല്ലാ കറിക്ക് എല്ലാത്തിനും ഇതൊരു ബെസ്റ്റ് കോമ്പിനേഷനാണ്. കാരണം നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയാണ് കിട്ടുന്നത്. കാരണം ഇതൊക്കെ ഇനിയിപ്പോൾ ഹോട്ടലിൽ തൃശ്ശൂർ സൈഡ് കിട്ടാവോ, ഞാനത് ചോദിച്ചിട്ടില്ല. മറ്റുള്ള സ്ഥലങ്ങളിൽ എന്തായാലും കിട്ടാൻ വഴിയില്ല. കാരണം ഇത് തൃശ്ശൂരുകാരുടെ സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ. ആദ്യമൊക്കെ ഞാനിങ്ങനെ അത്ഭുതത്തോടെ നോക്കിയിട്ടുണ്ട്, ചിക്കനിൽ കുമ്പളങ്ങ ഇടുമോ എന്നൊക്കെ ആലോചിച്ചിട്ട്. അപ്പോൾ ഇത് കഴിച്ചിട്ടുള്ളവരും ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് കമൻറ്റിൽ അറിയിക്കണേ. അപ്പോഴാണ് മറ്റുള്ളവർക്കും ഇത് കാണുമ്പോൾ ചെയ്ത് നോക്കാനായിട്ട് തോന്നുക. അപ്പോൾ നമ്മുടെ ഗ്രേവി എല്ലാം സെറ്റായി, ചിക്കൻ ഇട്ടു, അതിലേക്ക് നമ്മുടെ കുമ്പളങ്ങ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ടേ. ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാല് ചേർത്ത് കൊടുത്തിട്ടാണ് തിളപ്പിച്ചെടുക്കുക. ഇനി അതൊന്ന് ചേർന്ന് വറ്റി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഒന്നാം പാലും കൂടെ ചേർത്ത് കൊടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ എൻഡിൽ നമുക്ക് പിന്നെ ഉള്ളി കാച്ചി ചേർക്കുക ചെയ്യാം കേട്ടോ. അതായത് ഒന്നാം പാല് ചേർത്ത് നല്ലൊന്ന് തിക്കായിട്ട് വന്നു കഴിയുമ്പോൾ നിങ്ങളെപ്പോഴും ഈ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യണേ. അതായത് ഒരുപാട് ലൂസാവാണ്ട് ആ ഒരു തിക്കിൽ കിട്ടുമ്പോഴാണ് ഇതിന് കുറച്ചുകൂടി ടേസ്റ്റ്. ആവശ്യത്തിന് ഷാറും കൂടെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതാണ് കാച്ചി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി, ചിക്കൻ കുമ്പളങ്ങ തൃശ്ശൂർ സ്റ്റൈൽ തേങ്ങാപ്പാൽ പിഴിഞ്ഞ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഇന്നത്തെ അടുത്ത പ്ലാനിങ് എന്താണെന്നുള്ളത് പറയാം. അതായത് ഈ ചിക്കൻ കറിയൊക്കെ വെച്ച് കഴിഞ്ഞ് ഇനി ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഒന്ന് സിനിമയ്ക്ക് പോവാണേ. സിനിമ 12 മണിക്കാണ് ഷോ. അപ്പം ഭക്ഷണം ഇത്തിരി നേരത്തെ കഴിച്ചു. 12 മണിക്കത്തെ ഷോ. സിനിമ വലിയ അടിപൊളി സിനിമയൊന്നുമല്ല. കാരണം കുട്ടികൾക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമ നോക്കിയിട്ട് നമ്മുടെ ടിക്കറ്റ് എടുത്തോന്നേ ഉള്ളൂ. അല്ലാണ്ട് ഒന്ന് പുറത്ത് പോകണം, ഒരുമിച്ച് സിനിമയ്ക്ക് പോകണം, കുറച്ച് നേരം ഇരിക്കണം, അതൊക്കെ തന്നെയാണ് ഈ ഒരു യാത്രയുടെ പർപ്പസ് ഉള്ളൂ. അപ്പോൾ 12 മണിക്ക് ഷോ. നമ്മൾ 11:45 കഴിഞ്ഞപ്പോൾ, 11:45 മുമ്പ് ഫുഡൊക്കെ കഴിച്ച് 11:45 കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ സ്കൂളിൻ്റെ തന്നെ, ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിൻ്റെ തന്നെ ഓപ്പോസിറ്റാണ് തിയേറ്റർ ഉള്ളത്. തൃശ്ശൂർ ഗിരിജ തിയേറ്റർ എന്ന് പറയും. അപ്പോൾ അവിടേക്ക് നമ്മൾ സിനിമയ്ക്ക് എത്തിയിട്ടുണ്ട്. ഇനിയപ്പോൾ സിനിമ കണ്ടിട്ട് അടുത്ത വിശേഷങ്ങൾ പറയാം. അങ്ങനെ സിനിമയ്ക്ക് നമുക്കറിയാലോ, നിർബന്ധമായിട്ടും ഇടയ്ക്ക് ബ്രേക്കിൽ നമുക്ക് സ്നാക്സ് വേണം. അപ്പോൾ സ്നാക്സ് ഇടയ്ക്ക് അവർ പോപ്കോണും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇനി സിനിമ കഴിഞ്ഞിറങ്ങിയിട്ട് നേരെ വേറൊരു സ്ഥലത്തേക്കാണ് യാത്ര. വേറൊന്നുമല്ല, തൃശ്ശൂർ ഹൈലൈറ്റ് മോള് തുടങ്ങിയിട്ട് കുറച്ച്, അതായത് ഡിസംബർ ഒരു 18-19 കേട്ടോ അതിൻ്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നത്. പക്ഷെ ആ സമയത്തൊക്കെ നല്ല റഷല്ലേ. നമ്മൾ പോയി കഴിഞ്ഞാൽ ഇപ്പോഴും ഈവനിങ്ങിലും നൈറ്റിലും നല്ല റഷാണ്. അപ്പോൾ എന്തായാലും കുട്ടികളെയും കൊണ്ട് അവിടം വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇത് കുട്ടനെല്ലൂരാണ്. കുട്ടനെല്ലൂർ ഗവൺമെൻറ് കോളേജിൽ കഴിഞ്ഞാലാണ് ഹൈലൈറ്റ് മോൾ ഉള്ളത്. അതിൽ ലുലുവിൻ്റെ തന്നെ ഡെയിലി മാർട്ട് താഴെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അത് ലുലുവിൻ്റെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടേക്കൊരു മെയിൻലി അട്രാക്ഷൻ അത് തന്നെയാണെന്ന് തോന്നുന്നു. പിന്നെ എല്ലാ ഷോപ്പുകളും ഒന്നും തുറന്നിട്ടില്ല. കുറേ ഷോപ്പുകൾ തുറക്കാനിരിക്കുന്നേ ഉള്ളൂ. എന്നാലും നമ്മുടെ തൊട്ടടുത്ത് ഇത്രയും ഇങ്ങനെയൊരു ഷോപ്പിംഗ് മോൾ വന്നു കഴിയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പോണു, ഒന്ന് വട്ടം കറങ്ങി നടക്കണു, മക്കൾക്കൊരു സന്തോഷമാവണു. കുറച്ച് സമയം ഇന്നത്തെ ടൈമിൽ കംപ്ലീറ്റ്ലി നമ്മൾ ഫാമിലിയായിട്ടൊന്ന് സ്പെൻഡ് ചെയ്യണു. ഇതൊക്കെ തന്നെ ഇതിൻ്റെ ഉദ്ദേശമുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇന്ന് രാവിലെ എഴുന്നേൽക്കുക, ജോലിക്ക് പോവുക, വീട്ടിൽ വരിക, വീട്ടിൽ ജോലി ചെയ്യുക, വീണ്ടും പിറ്റേ ദിവസം ജോലിക്ക് പോവുക, വീട്ടിൽ വരിക. ഈ ഒരു ഡെയിലി റുട്ടീനിൽ എപ്പോഴെങ്കിലും ഒന്ന് ചേഞ്ച് വരുത്തണം. അല്ലെങ്കിൽ നമുക്കും വല്ലാത്തൊരു മടുപ്പും ഫ്രസ്ട്രേഷനും അല്ലെങ്കിൽ ഡിപ്രഷനും ഒക്കെ വരാമല്ലോ. കാരണം എന്നും സെയിം അല്ലേ ഇങ്ങനെ ഫോളോ ചെയ്ത് പോകുന്നത്. അതിൽ വേറൊരു കാര്യവും കൂടി ഉള്ളത്, നമുക്ക് ഇങ്ങനെ സ്പെൻഡ് ചെയ്യാനുള്ള സമയം നമ്മൾ തന്നെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ചില ടൈമിൽ ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, നമ്മൾ ശരിക്കും എന്തിനാണ് ജോലിക്ക് പോകുന്നത്? ജീവിക്കാൻ വേണ്ടിയാണ് മനുഷ്യൻ ജോലിക്ക് പോകുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് ജോലിക്ക് പോകാൻ വേണ്ടി ജീവിക്കുന്നു എന്നൊരു മെത്തേഡിലേക്ക് കംപ്ലീറ്റ്ലി മാറിയിരിക്കുന്ന പോലെ ചില സമയത്ത് തോന്നണ കാണാം. ശരിയല്ലേ? ഇങ്ങനെ തോന്നിയിട്ടുള്ളവരുണ്ടോ? എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ആലോചിക്കും, അങ്ങനെ ഒരു സമയം നമ്മളത് സ്പെൻഡ് ചെയ്യാനായിട്ട് എടുത്തില്ലെങ്കിൽ ഇത് ശരിക്കും യഥാർത്ഥമായി പോവില്ലേ? അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളും അതിൻ്റെ കൂട്ടത്തിലൂടെ നടക്കുകയാണെങ്കിൽ
നമുക്കും ഒരു ഇടയ്ക്കൊരു ചേഞ്ച്, അതൊരു സന്തോഷമായിരിക്കും. അപ്പം ഞങ്ങളിതിൽ ഒന്ന് വട്ടം കറങ്ങിയൊക്കെ വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി അവിടുന്ന് ഒന്ന് രണ്ട് എന്താ പറയുക സ്നാക്സൊക്കെ ഒന്ന് എടുത്ത് മുകളിൽ പോയിരുന്ന് കഴിക്കാം എന്നൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തു. ഒന്ന് എന്തായാലും കയറിയതല്ലേ, കുറച്ച് പച്ചക്കറിയൊക്കെ ഒന്ന് വാങ്ങി. നമ്മൾ പറഞ്ഞില്ലേ സ്ഥിരം നമ്മൾ നെസ്റ്റോന്നാണ് വാങ്ങുക. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്തായാലും ഇനി ഈ വീക്കിൽ പച്ചക്കറിക്ക് വേണ്ടി വേറെ ഒരു സ്ഥലത്തേക്കൊന്നും പോകണ്ടല്ലോ. അപ്പോൾ ഒന്ന് രണ്ട് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തു. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കൂടെ വർക്ക് ചെയ്യണ ടീച്ചേഴ്സിനെ കണ്ടു. അങ്ങനെ നമ്മളെപ്പോഴും ഇങ്ങനെ പുറത്തിറങ്ങി പോകുമ്പം ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ നമുക്ക് പരിചയക്കാർ. അപ്പോൾ എല്ലാതും ഒന്ന് കണ്ടിട്ടാണ് കേട്ടോ ഇപ്രാവശ്യം നമുക്കധികം തിരക്കുണ്ടാവായിരുന്നില്ല. അതാണ് മെയിനായിട്ടുള്ളത്. കാരണം ഈ ഒരു ടൈം, അതായത് ഒരു 2 മണി 3 മണി സമയത്ത് ഇവിടെ ഒരു തിരക്കുണ്ടായിരുന്നില്ല. സാധാരണഗതിയിൽ ഇവിടെ വന്ന വണ്ടിയൊന്നും പാർക്ക് ചെയ്യാൻ പറ്റാതെ റോഡിലേക്കൊക്കെ വണ്ടി കിടക്കാറുണ്ടെന്നാണ് ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ടൈം തന്നെ ചൂസ് ചെയ്ത് വന്നത്. ഇനി ഇതിൻ്റെ ഏറ്റവും മുകളിലെത്തുമ്പോൾ ഇങ്ങനെ പുറത്തേക്ക് നല്ലൊരു വ്യൂ ഉണ്ട്, നല്ല കാറ്റും ഒക്കെ ആയിട്ട് നമുക്കിവിടെയൊക്കെ നിന്നാൽ നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഷോപ്പിങ്ങും അല്ലെങ്കിൽ ഈ ഒരു ഹൈലൈറ്റ് മോളും ഒക്കെ കണ്ട് നമ്മൾ ഇറങ്ങുകയാണ്. ഇനി ഇപ്പോൾ സമയം ഒരു 5 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടൗണിൽ നിന്ന് നമ്മൾ വളരെ പതുക്കെയാണ് ഡ്രൈവ് ചെയ്ത് പോകുന്നത്. വീട്ടിലെത്തി മക്കൾ ഡ്രസ്സ് പോലും മാറാതെ സൈക്കിളെടുത്ത് ഇറങ്ങി. കാരണം ഇന്നിനി കുറച്ച് നേരം കഴിയുമ്പം വൈകുന്നേരമൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് നിറച്ച് കൊതുകുകളൊക്കെ വരുന്ന പോലെയുണ്ട്. അപ്പോൾ അവർക്ക് പുറത്തിറങ്ങി കളിക്കലും കാര്യങ്ങളൊക്കെ കുറവല്ലേ. അപ്പോൾ അവരിറങ്ങി. ഇനി കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുത്ത് തുടങ്ങിയത്. കുറച്ച് കട്ട്ലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇന്ന് ഈവനിങ് സ്നാക്കായിട്ട് ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചത്. അപ്പോഴാണല്ലോ നമ്മൾ പുറത്ത് പോയത്. പിന്നെ വീട്ടിൽ ഉണ്ടാക്കുന്ന ബാറ്റർ കൊണ്ട് അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കി വെക്കുന്ന കട്ട്ലേറ്റും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് എല്ലാതും ഒന്ന് ഹെൽത്തി ആക്കുന്നത് നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ വീട്ടിൽ ആട്ടിച്ച വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിക്കാറുണ്ടായിരുന്നത്. ഇനി അത് തികയാണ്ട് വരുന്ന സമയത്ത് നമ്മൾ വാങ്ങുക തൃശ്ശൂർ നെല്ലങ്കര മിൽസിൽ നിന്നായിരുന്നു. നെല്ലങ്കര മിൽസിൽ എന്ന് വെച്ചാൽ അവിടെ പോയിട്ട് നമുക്ക് വേണ്ട അളവനുസരിച്ച് വാങ്ങിച്ച് കൊണ്ടുവരാമായിരുന്നു. അപ്പോൾ അതോടുകൂടി ഞാൻ ഒരു കാര്യം കൂടെ കാണിച്ചു തരാം. ഇപ്രാവശ്യം ഞാനൊരു ഓയിൽ ബോട്ടിൽ പുതിയത് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓൺലൈനിൽ ഓയിൽ ബോട്ടിൽ വാങ്ങുമ്പോൾ അതിൻ്റെ മുകളിലത്തെ കോർക്ക് ഇങ്ങനെ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇങ്ങനെ മെൽറ്റായിട്ടൊക്കെ വരുന്ന പോലെ തോന്നി. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ കംപ്ലീറ്റ് മാറ്റി. പക്ഷേ ഈ ഒരു ഓയിൽ ബോട്ടിൽ നല്ലതാണ് കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ അതും കൂടി ഒന്ന് കാണിച്ചതാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ മില്ലിൽ പോയിട്ടാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അപ്പം നമുക്ക് എപ്പോഴും അവിടം വരെ എത്താനൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. അങ്ങനെയാണ് അവർ തീർത്ഥാന്ന് പറഞ്ഞിട്ടുള്ള പേരിൽ മാർക്കറ്റിലേക്ക് പാക്കറ്റായിട്ട് ഓയിൽ, അതായത് നമ്മുടെ കോക്കനട്ട് ഓയിൽ അവൈലബിൾ ആണ്. അപ്പോൾ 500ൻ്റെ പാക്കറ്റ് ഉണ്ട്, അതുപോലെ തന്നെ 1 ലിറ്ററിൻ്റെ പാക്കറ്റ് ഉണ്ട്, അതുപോലെ തന്നെ 1/2 ലിറ്ററിൻ്റെയും 1 ലിറ്ററിൻ്റെയും ബോട്ടിൽസും ഉണ്ട്. നമ്മൾ മന്ത്ലി പർച്ചേസ് ആയതുകൊണ്ട് നമ്മളിങ്ങനെ ഒരുമിച്ച് വാങ്ങി വെക്കുക ചെയ്യുക. അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനത് കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിൻ്റെ പ്രത്യേകത, നമ്മൾ വീട്ടിൽ ആട്ടുന്ന വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ നമുക്ക് നല്ലൊരു സ്മെല്ല് കിട്ടില്ലേ, അത് ശരിക്കും പറഞ്ഞാൽ ഈ ബോട്ടിൽ തുറക്കുമ്പോൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അത് നമ്മളതിനകത്ത് കുക്ക് ചെയ്തെടുത്തത് കഴിക്കുമ്പോഴും സെയിം ആ ടേസ്റ്റിന് ഒരു മാറ്റമില്ല. ഞാൻ ഇത്ര ധൈര്യമായിട്ട് പറയാൻ കാരണം ഈ നെല്ലങ്കര മിൽസ് കുറേ കാലമായിട്ട് തൃശ്ശൂരുള്ളതാണ്. നമുക്ക് തൃശ്ശൂരുകാർക്ക് വേണമെങ്കിൽ അവിടെ പോയി ഒല്ലൂരുള്ള ഇവരുടെ ഓയിൽ മില്ല് ഡയറക്റ്റ് കണ്ടാൽ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന പ്യൂരിറ്റി കറക്റ്റ് മനസ്സിലാവും കേട്ടോ. കാരണം അവരതിനകത്ത് അഡീഷണലായിട്ട് ഒന്നും ആഡ് ചെയ്യാതെ വളരെ നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ വേണമെങ്കിൽ തൃശ്ശൂരുകാർക്ക് നമുക്കിപ്പോൾ മാർക്കറ്റിൽ ഒരുവിധമൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി ബാക്കി എല്ലായിടത്തേക്കും എത്തി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ മില്ലിൻ്റെ കാര്യം, ഇപ്പോൾ ഹോൾസെയിലായിട്ട് കുറച്ച് അധികം വാങ്ങണമെങ്കിൽ നമുക്ക് മില്ലിലും ഇത് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ഈ ഒരു കാര്യം കൂടെ കൂട്ടത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ആ സമയത്തേക്ക് എൻ്റെ കട്ട്ലേറ്റ് ഉണ്ടാക്കലും അതുപോലെ തന്നെ മീൻ വറുക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഫുഡൊക്കെ കഴിച്ചു. ഇനി ഒന്നടിച്ചു വാരി ക്ലീൻ ചെയ്തിട്ടാൽ നാളെ ജോലിക്ക് പോകേണ്ടതാണ്. അപ്പോൾ മൊത്തത്തിലൊന്ന് അടിച്ചു വാരി ഒതുക്കി ഒന്ന് ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നാളെ ജോലിക്ക് പോകണം. മറ്റൊരു വിശേഷവുമായിട്ട് പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഗ്രീസ് ടൈം. താങ്ക് യു.